ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ പലഹാരത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂണിൽ താഴെ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. മാവ് മിക്സ് ചെയ്യുമ്പോൾ കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ആദ്യം 1 സ്പൂൺ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2ാമത്തെ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇത് കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മാവിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അധികം തിക്കാവാനും പാടില്ല, അധികം ലൂസാകാനും പാടില്ല. ഇനി ഈ മാവ് അടച്ചു വെച്ച് പൊങ്ങി വരാൻ വേണ്ടി ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഈ പലഹാരത്തിന് വേണ്ടി 4 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങളെടുത്തിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ അളവിനനുസരിച്ച് ഗോതമ്പ് പൊടിയുടെയും പഞ്ചസാരയുടെയും അളവ് കൂട്ടാം. ഇനി ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. കലക്കി വെച്ച മാവ് 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണ്. ഇനി ഈ മാവിൽ ഓരോ ബിസ്ക്കറ്റ് മുക്കിയെടുത്ത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. മീഡിയം ചൂടായ എണ്ണയിലാണ് ഈ ബിസ്ക്കറ്റ് പൊരിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ബിസ്ക്കറ്റ് മാവിൽ മുക്കി എണ്ണയിലിടുമ്പോൾ കൈ പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ബിസ്ക്കറ്റ് പൊരിയുടെ മുകളിലേക്ക് എണ്ണ ഇതുപോലെ കോരി ഒഴിച്ചാൽ ഇതിൻ്റെ ഉൾവശം നല്ലതുപോലെ വേകുകയും ഇത് പൊങ്ങി വരികയും ചെയ്യും. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടിവശവും വേവിച്ചെടുക്കാം. 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇടുമ്പോഴത്തേക്ക് ഇത് പാകത്തിന് മൊരിഞ്ഞു കിട്ടും. ഇപ്പോൾ ഇത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബിസ്ക്കറ്റും പൊരിച്ചെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബിസ്ക്കറ്റ് പൊരിയാണിത്. കുട്ടികൾക്കെല്ലാം ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.